നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോയിലിൽ അതല്ലെങ്കിൽ ഒരു സോളിനോയിഡിൽ രണ്ട് രീതിയിൽ നമുക്ക് EMF അതല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ജനറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. രണ്ട് മെത്തേഡുകളാണുള്ളത്. ഒന്ന് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡും രണ്ടാമത്തേത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡും. ഇൻഡക്റ്റൻസ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ ഉള്ള ഇൻഡക്റ്റൻസ് ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിലുള്ള ഇൻഡക്റ്റൻസ് ആണ് സെൽഫ് ഇൻഡക്റ്റൻസ്. നമുക്ക് രണ്ടും വേറെ വേറെ ഡിസ്കസ് ചെയ്യണം. ആദ്യമായി നമ്മൾ പറയുന്നത് സെൽഫ് ഇൻഡക്ഷനാണ്. ഒരു മെത്തേഡിൻ്റെ വിളിക്കുന്ന പേരാണ്. നമ്മുടെ കയ്യിൽ ഒരു കോയിലേ ഉള്ളൂ. ഒരു സോളിനോയിഡ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഒന്നിലധികം ടേണുകളുള്ള കോയിൽ അല്ലെങ്കിൽ ഒരു സോളിനോയിഡ്. അതിൽ നമുക്ക് എങ്ങനെ ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ജനറേറ്റ് ചെയ്യാം? ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ആ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ നമുക്കൊരു ഇൻഡക്റ്റൻസ് കയറി വരുന്നുണ്ട്. ആ ഇൻഡക്റ്റൻസിന് നമുക്ക് എന്ത് വിളിക്കാം? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. ഒന്ന്, എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ്. രണ്ടാമത്തേത്, എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ ഒരു സോളിനോയിഡ് ഉണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം ടേണുകളുള്ള ഒരു കോയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ട് പാരാമീറ്റേഴ്സ് പറയണം. ഒന്ന്, അതിൻ്റെ ലെങ്ത്ത്. സ്മോൾ ലെറ്റർ L ആണ് ആ ഒരു സോളിനോയിഡിൻ്റെ അതല്ലെങ്കിൽ ആ ഒരു കോയിലിൻ്റെ ലെങ്ത്ത്. സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നതാണ് അതിൻ്റെ റേഡിയസ്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഏരിയ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് L ആണ്, അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R ആണ്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, അതായത് ഒരു സൈഡിലത്തെ ഏരിയ എന്ന് പറയുന്നത് അത് എയുമാണ്. ഇനി ആ ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു കോയിലിൻ്റെ ഉള്ളിൽ കൂടി നമ്മളൊരു കറൻറ്റിനെ കടത്തിവിടുന്നു. ആ കറൻറ്റിനെ കടത്തിവിടുന്നതിനായിട്ട് നമ്മുടെ കയ്യിലൊരു ബാറ്ററി ഉണ്ട്. കറൻറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലൊരു സ്വിച്ച് ഉണ്ട്. കറൻറ്റിനെ വാരി ചെയ്യുന്നതിനായി നമ്മുടെ കയ്യിലൊരു റിയോസ്റ്റാറ്റുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സർക്യൂട്ടിലുള്ളത്. ഒന്ന്, ഒരു സോളിനോയിഡുമായി ബന്ധപ്പെട്ട 3 പാരാമീറ്റേഴ്സ്. ഒന്ന്, അതിൻ്റെ ലെങ്ത്ത്. 2, അതിൻ്റെ റേഡിയസ്. 3, അതിൻ്റെ ഏരിയ ക്യാപിറ്റൽ A. ഇനി ആ സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന കറൻറ്റാണ് I. കറൻറ്റിനെ സപ്ലൈ ചെയ്യുന്നതിനായി നമ്മുടെ കയ്യിൽ ഒരു ബാറ്ററി, ഒരു സ്വിച്ച്. ആ കറൻറ്റിനെ വാരി ചെയ്യുന്നതിനായി നമ്മുടെ കയ്യിലൊരു റിയോസ്റ്റാറ്റുമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കറൻറ്റിനെ സെൻഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ കറൻറ്റ് ക്യാരിയിങ് സോളിനോയിഡ് ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ഞാൻ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഈ ഒരു ഫേസിൽ കറൻറ്റ് പോകുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ സൈഡിലെ കറൻറ്റ് ക്ലോക്ക് വൈസ് ആണ്. അതായത് ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ ഭാഗം സൗത്ത് പോളാണ്. അപ്പോൾ ഞാനിവിടെ S എന്ന് എഴുതുക, സൗത്ത് പോള് S എന്ന് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് നോർത്ത് പോളായിരിക്കും. ഈ ഒരു കറൻറ്റ് ക്യാരിയിങ് സോളിനോയിഡ് ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ആ ബാർ മാഗ്നറ്റിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. അതായത് ഇതാണ് ഈ സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്. അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. മാഗ്നറ്റിക് മൊമെൻ്റ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് തന്നെയാണ്? ആ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി കറൻറ്റ് ഒരു കോൺസ്റ്റൻറ്റ് കറൻറ്റാണ് ഈ ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നതെങ്കിൽ, ഒരു കോൺസ്റ്റൻറ്റ് കറൻറ്റാണ് ഈ സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നതെങ്കിൽ ആ സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സോ അതല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ മാറുകയില്ല. പക്ഷേ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച്, ശ്രദ്ധിക്കുക, റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ആ സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറും, മാഗ്നറ്റിക് ഫ്ലക്സും മാറും. അങ്ങനെയെങ്കിൽ ആ സോളിനോയിഡിൽ നമ്മൾ കൊടുക്കുന്ന കറൻറ്റിനെ കൂടാതെ മറ്റൊരു കറൻറ്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതായത് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും, ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റും ഉണ്ടാകും. ഒന്നുകൂടി പറയാം. കറൻറ്റ് ഒഴുകുന്നു, ഒരു കോൺസ്റ്റൻറ്റ് കറൻറ്റ്, അതായത് റിയോസ്റ്റാറ്റിന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, സ്റ്റഡി ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു കോൺസ്റ്റൻറ്റ് കറൻറ്റാണ് ഈ സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നതെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല.
ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ആ സോളിനോയിഡിൻ്റെ ഉള്ളിലുണ്ടാകും, അതിൻ്റെ പുറത്തും ഉണ്ടാകും. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡ് ബി ആണെന്ന് വിചാരിക്കുക. ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ ഞാൻ അവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഉള്ളിൽ കൂടിയുള്ളതാണ് പറയുന്നത്, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡ് മാറാത്തത് കൊണ്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ സോളിനോയിഡിൽ മറ്റുള്ള കറൻറ്റുകളൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല, നമ്മൾ കൊടുക്കുന്ന കറൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് കറൻറ്റിൻ്റെ വാല്യൂ മാറ്റുന്നു. കറൻറ്റിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ കറൻറ്റ് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സോളിനോയിഡിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറും, തീർച്ചയായിട്ടും മാറും. മാഗ്നറ്റിക് ഫീൽഡ് മാറിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സും മാറും. മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കഴിഞ്ഞാൽ സോളിനോയിഡ് കണ്ടക്ടറാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ നമ്മൾ നേരത്തെ പഠിച്ചു, അതായിരുന്നല്ലോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ജനറേറ്റ് ചെയ്യും. ഇവിടെയും അത് സംഭവിക്കും. നമ്മൾ ആ കറൻറ്റ് മാറ്റുന്നതിലൂടെ ആ സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറും, മാഗ്നറ്റിക് ഫ്ലക്സും മാറും. ആ സോളിനോയിഡിൽ നമ്മൾ കൊടുക്കുന്ന കറൻറ്റിന് കൂടാതെ മറ്റൊരു കറൻറ്റ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഒരു ഇൻഡ്യൂസ്ഡ് EMF അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. ലെൻസസ് ലോ അനുസരിച്ച് എപ്പോഴും ആ ചേഞ്ചിനെ, ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയാണെങ്കിൽ കുറയ്ക്കണം, മാഗ്നറ്റിക് ഫീൽഡ് കുറയുകയാണെങ്കിൽ കൂട്ടണം. ആര് കാരണമാണോ അവിടെ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഉണ്ടായത്, ആ കാരണക്കാരനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറൻറ്റ്, നമ്മൾ കൊടുക്കുന്ന കറൻറ്റ് പോകുന്നതെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന കറൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കറൻറ്റ് പോകുന്നതെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന കറൻറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതായത് അങ്ങോട്ട് കൊടുക്കുന്ന കറൻറ്റിനെ എപ്പോഴും ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ രീതിയിലാണ്. അത് ലെൻസസ് ലോയാണ്. ലെൻസസ് ലോ പറയുന്നത് എന്താ? എപ്പോഴും ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകാൻ കാരണക്കാരനായ മാഗ്നറ്റിക് ഫീൽഡിനെ എപ്പോഴും അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറൻറ്റ് ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലെൻസസ് ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കറൻറ്റിന് നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഒഴുകിത്തുടങ്ങും. അപ്പോൾ ടോട്ടൽ കറൻറ്റ് കുറയും. നമ്മൾ കൊടുക്കുന്ന കറൻറ്റ് അങ്ങോട്ട്, അവിടെ ജനറേറ്റ് ചെയ്യുന്ന കറൻറ്റ് നേരെ ഇങ്ങോട്ട്. അപ്പോൾ ആ രണ്ട് കറൻറ്റുകളും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കൊടുക്കുന്ന കറൻറ്റ് കൂടുതലായിരിക്കും, ഇങ്ങോട്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറൻറ്റ് കുറവായിരിക്കും. അങ്ങനെയെങ്കിൽ വലിയ കറൻറ്റിൽ നിന്ന് ചെറിയ കറൻറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ കറൻറ്റ് നമ്മൾ കൊടുത്ത കറൻറ്റിനേക്കാൾ ഒരുപക്ഷെ കുറവായിരിക്കും. അങ്ങനെ ഒരു സിംഗിൾ കോയിലിൽ ഒരു സോളിനോയിഡേ ഉള്ളൂ, ഒരു കോയിലേ ഉള്ളൂ. ഒരു സിംഗിൾ കോയിലിൽ മാഗ്നറ്റിക് ഫ്ലക്സ് മാറ്റിക്കൊണ്ട് നമ്മൾ ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ജനറേറ്റ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്തെടുത്തു. ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം. ആ സിംഗിൾ കോയിൽ സ്വയം തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്തെടുത്തു, അതല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ജനറേറ്റ് ചെയ്തെടുത്തു. ആ ഇൻഡ്യൂസ്ഡ് EMFന് ഒരു പ്രത്യേക പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് EMF. അവിടെ ജനറേറ്റ് ചെയ്ത ഇൻഡ്യൂസ്ഡ് EMFന് വിളിക്കുന്ന പേരാണ് ബാക്ക് EMF. എന്തുകൊണ്ടാണ് ബാക്ക് EMF എന്ന് വിളിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന കറൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു കറൻറ്റ് ഉണ്ടാകാൻ കാരണം ഈ ഇൻഡ്യൂസ്ഡ് EMF ആണ്. തിരിച്ചുള്ള ഒരു കറൻറ്റ് അല്ലെങ്കിൽ തിരിച്ചുള്ള ഒരു EMF. അതുകൊണ്ടാണ് നമ്മളതിനെ ബാക്ക് EMF എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പറയണം. ഒന്ന്, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് സ്മോൾ ലെറ്റർ അല്ല. സോളിനോയിഡിൻ്റെ ടോട്ടൽ ലെങ്ത്ത് സ്മോൾ ലെറ്റർ എൽ ആണ്. ഈ സോളിനോയിഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, അതാണ് സ്മോൾ ലെറ്റർ N. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, അതാണ് സ്മോൾ ലെറ്റർ N, വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ L. അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് N ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ N ഇൻറ്റു L എന്നും എഴുതാം. നമുക്ക് ഡെറിവേഷൻ്റെ ഇടയിൽ ഈ ഇക്വേഷൻസൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു
ഇതിനു മുമ്പ് പഠിച്ച ചാപ്റ്ററുകളിൽ നമ്മൾ കണ്ടതാണ്. ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? B = μ0 Ni ആണ്. μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വാക്യൂം ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എയർ ആണെന്ന് വിചാരിക്കുക. അതായത് പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതാണ് μ0. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറണ്ട്. ഈ 3 കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം. സ്മോൾ ലെറ്റർ n = N/L, അല്ലെങ്കിൽ N = NL. BC = ആ സോളിനോയിഡിൻ്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡാണ്. BC = μ0 Ni. ഇനി നോക്കാം, നമുക്ക് നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ നമ്മൾ ആ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് പാസിംഗ് ത്രൂ ഇറ്റ്. Φb പ്രൊപ്പോർഷണൽ ടു I. ഇവിടെ n ടേൺസ് ഉള്ളത് കൊണ്ട് നമുക്ക് N∅b പ്രൊപ്പോർഷണൽ ടു I എന്ന് കൊടുക്കാം. ഇതെന്ത് മെത്തേഡാണ്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടായിരിക്കും. നമ്മൾ കോമൺ ഇൻഡക്റ്റൻസിനെ K എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അതൊരു തുടക്കം. ഇത് 2 മെത്തേഡുകളിൽ നമ്മൾ വേറെ വേറെ ഇൻഡക്റ്റൻസുകളെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്, ഡിസ്കസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇതൊരു സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ Kയ്ക്ക് പകരം L ആണ് കൊടുക്കുന്നത്. നോക്കാം, N∅b പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റിയിട്ട് ഞാനൊരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരുന്നു, L എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരുന്നു. L × I. N∅b = Li. ഇതിൽ Lനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ എന്നും വിളിക്കാറുണ്ട്. നമുക്ക് ചുരുക്കിയിട്ട് അതിനെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കാം. ക്യാപിറ്റൽ N വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് Lന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് Lന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ഓൾറെഡി നമുക്കറിയാം Lനെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ Iനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. L∅b / I = L എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷേ നമ്മുടെ അവിടെ കയ്യിലുള്ള സ്മോൾ ലെറ്റർ N-ഉം B-യും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് Lന് മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ശ്രദ്ധിക്കാം, നമുക്കിവിടെ Φb = B.A അറിയാവുന്ന കാര്യമാണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു B.A. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ വെക്ടർ. രണ്ടും വെക്ടേഴ്സാണ്. വിച്ച് ഈസ് ഈക്വൽ ടു BA cos θ. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. ശ്രദ്ധിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഈ ഡയറക്ഷനിലാണ്. ഏരിയ വെക്ടർ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ അതേ ഡയറക്ഷനാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് M എന്ന് പറയുന്നത് ഏരിയ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനാണ്. ഈ കേസിൽ M എവിടെ നിന്ന് എങ്ങോട്ടോ പോവുക? സൗത്ത് നിന്ന് നോർത്തിലേക്ക്. അതായത് M എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും പാരലലാണ്. അതുകൊണ്ട് തന്നെ Mന് പകരം ഏരിയ വെക്ടർ കൊടുക്കുക. A എന്ന് പറയുന്ന ഏരിയ വെക്ടറും B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും പാരലലാണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്ത് വരും? 0. BA cos 0 1 BA മാഗ്നറ്റിക് ഫ്ലക്സ് Φb = B എന്ന് പറഞ്ഞ് കിട്ടി. ഞാനത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. Φb = BA. ഇനി 2 സൈഡുകൾ നമ്മൾ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ N∅b = NBA വരും. ഇക്വേഷൻ 3 ആയിട്ട് കിട്ടി. ഇനി നിങ്ങൾക്ക് ഈ ക്യാപിറ്റൽ N-ന് NL കൊടുക്കാം, Bക്ക് μ0 Niയും കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? N∅b ലെഫ്റ്റ് സൈഡിലത്തെ N∅b = NL. അതായത് ക്യാപിറ്റൽ N-ന് NL കൊടുത്തു ഇൻറ്റു μ0 Ni ഇൻറ്റു ക്യാപിറ്റൽ. ഇവിടെ 2 Nകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു N ഇവിടെയുണ്ട്, ഒരു N ഇവിടെയുണ്ട്, ഒരു μ0 ഉണ്ട്. μ0 N². I എടുത്ത് എഴുതിയിട്ടുണ്ട്, Aയും എഴുതിയിട്ടുണ്ട്, അവസാനം L ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് N∅b = μ0 N² Ia ഇൻറ്റു L എന്ന് പറഞ്ഞ് കിട്ടി. അത് ഇക്വേഷൻ 4 ആണ്. ഇനി ഇക്വേഷൻ 2 നോക്കുക. ഇക്വേഷൻ 2 എന്താണ്? N∅b = Li. ഇക്വേഷൻ 4 എന്താണ്? N∅b = μ0 N² Ial. ഇക്വേഷൻ 2ൻ്റെയും ഇക്വേഷൻ 4ൻ്റെയും LHS സെയിമാണ്. കമ്പയർ ഇക്വേഷൻ 2 and 4. അപ്പോൾ N∅b ഇവിടെയും N∅b, ഇവിടെ Li, ഇവിടെ μ0 N² Ial. അപ്പോൾ രണ്ടിൻ്റെയും RHS നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ Li = μ0 N² Ia ഇൻറ്റു L എന്ന് എഴുതാം. അതിൽ 2 സൈഡിലും I കോമൺ ആയതുകൊണ്ട് നിങ്ങൾക്കതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? L = μ0 N² ഇൻറ്റു Al. അതിൽ L എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ.
L is equal to mu0. അതായത് അതിൻ്റെ ഉള്ളിൽ തൽക്കാലത്തേക്ക് നമ്മൾ വേറെ കോറുകളൊന്നും വെച്ചിട്ടില്ല, വാക്വം ആയിരിക്കാം അതല്ലെങ്കിൽ എയർ ആയിരിക്കാം, അതുകൊണ്ട് mu0 എടുക്കുന്നു. mu0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ πr² കൊടുക്കാം. അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് πr² കൊടുക്കാം. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോളിനോയിഡിൻ്റെ ലെങ്ത്തുമാണ്. അതായത് സെൽഫ് ഇൻഡക്റ്റൻസിന് നമുക്കൊരു ഇക്വേഷൻ കണ്ടെത്തിയിരിക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു mu0 n² al. തുടക്കത്തിൽ നമ്മൾ സോളിനോയിഡിൻ്റെ ഉള്ളിൽ എംറ്റി ആക്കിയാണ് വെച്ചിരുന്നത്. പ്രത്യേകിച്ച് കോറുകളൊന്നും പ്ലേസ് ചെയ്തിരുന്നില്ല. ഇതായിരുന്നു നമ്മുടെ സോളിനോയിഡ്. അതിൻ്റെ ഉള്ളിൽ എയർ ആയിരുന്നു, അതല്ലെങ്കിൽ വാക്വം ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷനിൽ mu0 ആണ് വന്നിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കോറിന് വെക്കുക. ഒരു സോഫ്റ്റ് അയണോ അതല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു റോഡ്, ഒരു കോറിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ, സെൽഫ് ഇൻഡക്റ്റൻസിന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഏത് രീതിയിൽ മാറുമെന്ന് ചെക്ക് ചെയ്യാം. If we fill inside the solenoid with a material of relative permeability μr, നമ്മൾ ആ സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു മെറ്റീരിയലിന് വെക്കുകയാണ്. ആ മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി μr ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തെടുക്കാം. μr എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്, ഈക്വൽ ടു mu ഡിവൈഡഡ് ബൈ mu0. അതിൽ μr റിലേറ്റീവ് പെർമിയബിലിറ്റി, mu എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം, mu0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ ഇതിൽ നിന്ന് mu ഈക്വൽ ടു എന്ത് എഴുതാം? μr ഇൻറ്റു mu0 എന്ന് പറഞ്ഞ് എഴുതാം. നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? സെൽഫ് ഇൻഡക്റ്റൻസിന്, സെൽഫ് ഇൻഡക്റ്റൻസ് പറയുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? L is equal to mu0 ഇൻറ്റു n² al എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരുന്നു. ഇവിടെ mu0 ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഉള്ളിലിപ്പോൾ ഫ്രീ സ്പേസ് അല്ല, അതല്ലെങ്കിൽ എയർ അല്ല, നമ്മളൊരു കോറിന് വെച്ചിട്ടുണ്ട്. അതായത് ആ കോർ എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്. mu0 മാറ്റി നിങ്ങൾ എന്ത് എഴുതണം? mu എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഈ രീതിയിലായിട്ട് മാറും. L ഈക്വൽ ടു mu0 പകരം mu എഴുതണം, mu ഇൻറ്റു n² al. അതിൽ mu എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ഏത് മെറ്റീരിയലാണ് വെച്ചത് ആ മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റിയാണ്, അതായത് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം. ഇനി മ്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? μr ഇൻറ്റു mu0 കൊടുക്കാം. അതായത് L is equal to μr ഇൻറ്റു mu0 n² al. ഈ mu0 n² al എന്ന് പറയുന്നത് ശരിക്കും എന്താ? ആ മീഡിയം വെക്കാത്തപ്പോൾ, നമ്മൾ ഉദ്ദേശിച്ച മീഡിയം വെക്കാത്തപ്പോൾ ഉണ്ടായിരുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അത് μr ടൈംസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ mu0 ഇൻറ്റു n² alനെ പഴയ സെൽഫ് ഇൻഡക്റ്റൻസ് എഴുതാം, അതായത് L0. സോ L is equal to, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു μr ടൈംസ് ഓഫ് പഴയ സെൽഫ് ഇൻഡക്റ്റൻസ്. അതായത് സെൽഫ് ഇൻഡക്റ്റൻസ് കൂടി എന്നർത്ഥം. നിങ്ങളൊരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു കോറിന് വെച്ച് കഴിഞ്ഞാൽ, അയൺ റോഡോ അല്ലെങ്കിൽ സ്റ്റീൽ റോഡോ വെച്ച് കഴിഞ്ഞാൽ ആ സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കൂടും. എത്രത്തോളം ടൈംസ് കൂടും? μr ടൈംസ് കൂടും. അങ്ങനെ നമ്മൾ ഒരു സിംഗിൾ സോളിനോയിഡിൽ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴി ഏത് രീതിയിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്തെടുക്കാം, അതുമല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നൊക്കെ കണ്ടു. ആ ഡെവലപ്പ് ചെയ്ത ഇൻഡ്യൂസ്ഡ് EMFനെ നമുക്ക് വേണമെങ്കിൽ ബാക്ക് EMF എന്ന് വിളിക്കാം. സെൽഫ് ഇൻഡക്റ്റൻസിന് ഒരു ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി നമ്മൾ ഡിറൈവ് ചെയ്ത ആ സെൽഫ് ഇൻഡക്റ്റൻസും അവിടെ ഡെവലപ്പ് ചെയ്ത ആ ഇൻഡ്യൂസ്ഡ് EMFും തമ്മിൽ എന്തെങ്കിലും മാത്തമെറ്റിക്കലായി റിലേഷൻഷിപ്പ് ഉണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക് നമ്മുടെ ടോപ്പിക്ക് റിലേഷൻ ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് EMF, അതായത് ബാക്ക് EMF ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ് L. അതിനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ആ ഒരു സോളിനോയിഡിൽ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞതാണ്. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, E is equal to minus d⁵v ഡിവൈഡഡ് ബൈ dt. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ലോ ആണ്, ഫാരഡേസ് ലോയും അതുപോലെ തന്നെ ലെൻസസ് ലോയും. ലെൻസസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF E is equal to minus d⁵v ഡിവൈഡഡ് ബൈ dt ആണ്. ഇനി n ടേൺസ് ഉണ്ടെങ്കിലോ, അതായത് ഒരു ടേണുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ആണ് ∅v എങ്കിൽ n ടേൺസ് ഉണ്ടെങ്കിൽ ∅v n ടൈംസ് കൂടും. ഇഫ് ദർ ആർ n ടേൺസ്, E is equal to minus d by dt of
ഒരു ടേണുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ആണ് 5B, n ടേൺസ് ഉണ്ടെങ്കിൽ അത് n5B ആവും. സോ ലെൻസസിലും അനുസരിച്ച് E ഈസ് ഈക്വൽ ടു -d/dt ഓഫ് n5B എന്ന് വിളിക്കാം. അത് ഇക്വേഷൻ 1 ആണ്. ഇനി നമ്മുടെ കയ്യിൽ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ഡെറിവേഷൻസിലൊക്കെ നമ്മൾ കണ്ടതാണ് n5B ഈസ് ഈക്വൽ ടു Li. തൊട്ട് മുമ്പിലെ ഡെറിവേഷനിൽ പറഞ്ഞതാണ് n5B ഈസ് ഈക്വൽ ടു Li. അത് ഇക്വേഷൻ 2. അതിൽ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു n5B ഉണ്ട്. ആ n5Bക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് Li സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ബാക്ക് EMF ഈസ് ഈക്വൽ ടു -d/dt ഓഫ് n5Bക്ക് പകരം Li കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഒരു സോളിനോയിഡ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു കോയിൽ തന്നിട്ടുണ്ടെങ്കിൽ, ആ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ I എന്ന് പറയുന്ന കറണ്ടിനെ മാത്രമേ അവിടെ മാറ്റുന്നുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ആ ഒരു സോളിനോയിഡിൻ്റെ ലെങ്ത്തോ അതല്ലെങ്കിൽ അതിൻ്റെ ഏരിയയോ അതുമല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന മെറ്റീരിയലോ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെങ്കിൽ അതങ്ങനെ, അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, ഇതൊന്നും മാറ്റുന്നില്ല. അതിൻ്റെ ഇക്വേഷൻ ആലോചിക്കുക നിങ്ങൾ. μ0 n² ആയിരുന്നു അതിൻ്റെ ഇക്വേഷൻ. μ0 n/Al ഈ വക കാര്യങ്ങളൊന്നും തന്നെ മാറ്റുന്നില്ല നമ്മൾ. ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റിനെ മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ. അതായത് എല്ലിന് നമുക്ക് അവിടെ കോൺസ്റ്റൻ്റ് ആയി എടുക്കാം. അപ്പോൾ E ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ആണ്. E ഈക്വൽ ടു -d/dt ഓഫ് Liയിൽ L കോൺസ്റ്റൻ്റ് ആണ്. അതിനെ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ പുറത്തേക്ക് എടുക്കുക. ദെൻ E ഈസ് ഈക്വൽ ടു -L ഇൻറ്റു di/dt. നമ്മൾ താഴേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നു. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -L. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMFുമാണ്. E ഈക്വൽ ടു -L ഇൻറ്റു di/dt. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. അതിൽ di/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിലുണ്ടാകുന്ന ചേഞ്ച് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് കറണ്ട് ഇപ്പോൾ ഒരു 2 ആംപിയറിൽ നിന്ന് 4 ആംപിയറിലേക്ക് മാറിയെങ്കിൽ 4 - 2 അതാണ് അവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ കറണ്ട്. ഇപ്പോൾ അവിടെ അതിന് ആ ചേഞ്ച് ഇൻ കറണ്ടിന് എടുത്ത സമയമാണ് താഴെ കൊടുത്തിരിക്കുന്ന dt. ഒരു കുഞ്ഞൊരു എക്സാമ്പിൾ പറയാം. ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറണ്ട് 2 ആംപിയറിൽ നിന്ന് 4 ആംപിയറിലേക്ക് മാറ്റി. അപ്പോൾ 4 - 2 diയുടെ വാല്യൂ 2 ആണ്. 4 - 2 ചേഞ്ച് ഇൻ കറണ്ട് 4 - 2 2 ആണ്. എത്ര സമയം കൊണ്ട് മാറ്റി? 2 സെക്കൻഡ് കൊണ്ടാണ് മാറ്റിയെന്ന് വിചാരിക്കുക. അതായത് ഡിറ്റിക്ക് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? 2 സെക്കൻഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താനായിട്ട് സാധിക്കും. എന്തുമാത്രം അറിഞ്ഞാൽ മതി? ആ സെൽഫ് ഇൻഡക്റ്റൻസും ചേഞ്ച് ഇൻ കറൻറ്റും ആ കറണ്ട് ചേഞ്ച് ചെയ്യാനെടുത്ത സമയം അറിയാമെങ്കിൽ സുഖമായി ബാക്ക് EMF അതല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. E ഈസ് ഈക്വൽ ടു -L ഇൻറ്റു di/dt. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ്.